അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിഷ്വൽ മീഡിയകളിൽ, പ്രിന്റ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും ശ്രദ്ധേയമായ, അതേസമയം ആശങ്കാജനകമായ ഒരു ചർച്ച നടക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഒരു മുസ്ലിം പെൺകുട്ടി അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയും കോടതി വളപ്പിൽ വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ചർച്ചകൾ. ഈ ചർച്ചകൾ പല വീട്ടിലും വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിരിക്കുന്നു. പല രക്ഷിതാക്കളും കുട്ടികളെ സംശയത്തോടെ നോക്കിക്കാണുകയും പല കുട്ടികളും രക്ഷിതാക്കളെ ആശങ്കയോടുകൂടി നോക്കുകയും ചെയ്യുന്ന ഒരല്പം ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷം പല വീട്ടിലും ഉണ്ടായിരിക്കുന്നു. ഭീതി കൂടുതൽ ഭീതിയെയാണ് സൃഷ്ടിക്കുന്നത്. പേടി നിറഞ്ഞ സാഹചര്യത്തിൽ നമുക്കൊന്നും നന്മയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ആശങ്കയിൽ നമുക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരമൊരു സാഹചര്യം നെഗറ്റീവായി എത്രത്തോളം നിലനിൽക്കുന്നുവോ അത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെ പിറകോട്ട് കൊണ്ടുപോകും. കുട്ടികളുടെ പെരുമാറ്റത്തെ വീണ്ടും ദോഷമായി ബാധിക്കും. വ്യക്തിത്വം മുരടിച്ചു പോകാൻ കാരണമായിത്തീരും. ഇവിടെ നമുക്ക് പ്രശ്നങ്ങളെ മൗലികമായി, അടിസ്ഥാനപരമായി വിലയിരുത്തുക, മനസ്സിലാക്കുക, തുറന്ന ചർച്ചയുടെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഏത് മതത്തിൽപ്പെട്ടയാളാവട്ടെ, ബസ് ഷെൽട്ടറിൽ ഒരു പെണ്ണിനെ കാത്ത് നിൽക്കുകയും അയാളുടെ പുഞ്ചിരിയിലും അയാളുടെ വർത്തമാനത്തിലും അയാളുടെ ആശയവിനിമയത്തിലും ആ പെണ്ണ് വീണ് പോവുകയും ചെയ്യുന്ന സാഹചര്യം ഇന്ന് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സത്യമാണ്. പക്ഷേ ലോകത്തുള്ള എല്ലാ പെൺകുട്ടികളും ഈ തരത്തിൽ ഒളിച്ച് ഓടിപ്പോവുകയോ പ്രത്യേക അജണ്ടയോടുകൂടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വലയിൽ വീഴുകയോ ചെയ്യാൻ ഉള്ള മനസ്സിലാണ് ഉള്ളത് എന്ന ചിന്താഗതി അബദ്ധമാണ്. ആ നിലക്കുള്ള ജനറലൈസേഷൻ നമ്മളെ കുറെ കൂടി പിറകോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. മറിച്ച് എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം കുട്ടികളുടെ വയറിൻ്റെ വിശപ്പ് അകറ്റാൻ സൗകര്യങ്ങളുള്ളപ്പോൾ, കുട്ടികളുടെ ശരീര സൗന്ദര്യത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ, ആരോഗ്യ പരിചരണത്തിന് സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുന്ന, മനസ്സിൻ്റെ ദാഹം ശമിപ്പിക്കാനുള്ള സാഹചര്യം പല വീടുകളിലും നിലവിലില്ല എന്നുള്ളതാണ് പ്രധാനം. വേണ്ടത് 3 സീകളിൽ നമുക്ക് ചുരുക്കി പറയാം. പ്രത്യേകിച്ചും ഒരു കുട്ടി 11 വയസ്സ് കഴിഞ്ഞ് കൗമാര പ്രായത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ആ കുട്ടിക്ക് അടിസ്ഥാനപരമായി വീട്ടിൽ കുട്ടിയുടെ മനസ്സിൻ്റെ ദാഹവും വിശപ്പും ശമിപ്പിക്കാനുള്ള 3 സീകൾ പ്രവർത്തിച്ചു തുടങ്ങണം. ഇത് അടിസ്ഥാനപരമാണ്. അതിലൊന്നാമത്തെ സി എന്നത് കെയറാണ്. കുട്ടിക്ക് ശ്രദ്ധ കിട്ടണം. ശ്രദ്ധ എന്ന് പറയുമ്പോൾ പല വീട്ടിലും നെഗറ്റീവ് ആയ ഒരുതരം ശ്രദ്ധ ഉണ്ടാകും. കുട്ടിയുടെ ഓരോ ചലനവും നിരീക്ഷിക്കുകയും ഓരോന്നിനെയും കുറ്റപ്പെടുത്തുകയും കുട്ടി ഒരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെപ്പോലെ വളരുകയും ചെയ്യുന്ന സാഹചര്യം കൗമാരത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതല്ല. മറിച്ച് കുട്ടിയുടെ വളർച്ചയെ നിരീക്ഷിക്കുകയും ഫീലിങ്ങുകളെ ശ്രദ്ധിക്കുകയും ആവശ്യങ്ങളെ മനസ്സിലാക്കുകയും കുട്ടിയുമായി ഇടപഴകുകയും കുട്ടിയുടെ ചിന്താഗതികളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ വീട്ടിൻ്റെ അകത്തുണ്ടാകണം. കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കണം. ആ നിലക്കുള്ള ക്രിയാത്മകമായൊരു ശ്രദ്ധയുടെ ഇടം വീട്ടിൽ രക്ഷിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം. അത് അവരുടെ ബാധ്യതയാണെന്നും അത്തരമൊരു അന്തരീക്ഷത്തിലൂടെ വളരുക എന്നുള്ളത് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് എതിരല്ല എന്നുമുള്ള ചിന്തയാണ് വളർത്തി വരേണ്ടത്. രണ്ടാമത്തെ സി എന്നത് കൺസേൺ ആണ്. നമുക്കതിനെ മലയാളത്തിൽ പരിഗണന എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓരോ കുട്ടിക്കും മാനസികമായി കിട്ടേണ്ട ഒരു പ്ലേസ്മെൻ്റ് ഉണ്ട്, ഒരു സ്ഥാനമുണ്ട്. കൗമാരത്തിൻ്റെ ഇമേജ് വർദ്ധിക്കുന്ന സമയമാണ് കൗമാരം. ഈ സമയത്ത് വളരെയേറെ കിട്ടേണ്ടതുണ്ട്.
കുട്ടിക്കൊരിടം വേണം വീട്ടിൻ്റെ അകത്ത് അഭിപ്രായം പറയാൻ, തീരുമാനങ്ങൾ പറയാൻ, കുട്ടിയുടെ അവകാശങ്ങൾ ചോദിക്കാൻ. ആ നിലക്ക് കുട്ടിക്കൊരു പരിഗണന കിട്ടണം. 2-3 കുട്ടികളുള്ള വീട്ടിൽ ഒരു കുട്ടി മാത്രം പരിഗണന കിട്ടുകയും മറ്റൊരു കുട്ടിക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. കുട്ടികളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് പോലും നമ്മൾക്ക് പക്വമായ ഒരു രീതിയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാരും പറയില്ല. മറിച്ച് ആ വീട്ടിൽ തൻ്റെ തീരുമാനങ്ങൾ തുറന്നു പറയാനും തൻ്റെ അവസ്ഥ അത് വിലയിരുത്തപ്പെടാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത് രക്ഷിതാക്കൾക്കിടയിലും മറ്റ് കുട്ടികൾക്കിടയിലും എനിക്ക് ഒരു പരിഗണന കിട്ടുന്നു എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാകണം. 3-ാമത്തത് ആശയവിനിമയമാണ്. ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും പ്രകടിപ്പിക്കപ്പെടാനുള്ള ഒരു സോഴ്സ് കൂടിയാണ് ആശയവിനിമയം. കുട്ടികളോട് നമ്മൾ സംസാരിക്കണം. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുമായി സംവദിക്കണം. രാത്രിയിൽ ഒരു 5-10 മിനിറ്റ് നേരം ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും തർക്കിക്കുകയും പൊട്ടിത്തെറിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന സർഗാത്മകമായ സദസ്സ് വീടുകളിലുണ്ടാകണം. ഒരു കുട്ടി ഏതെങ്കിലും നിലക്ക് സ്വഭാവത്തിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ സാവകാശം അത് ചോദിക്കണം. നമ്മളുടെ പല ആശയവിനിമയങ്ങളും തിരുത്തലുകളും അത് പൊട്ടിത്തെറികളുടെ രീതിയിലായി വരുന്നു, അല്ലെങ്കിൽ ടെൻഷൻ കലർന്ന രീതിയിൽ ആയി വരുന്നു. ഇത് കുട്ടികൾക്ക് ഇഷ്ടമാവില്ല. മറിച്ച് ഒരു ഉദാഹരണത്തിന് മൊബൈൽ അധികം ഉപയോഗിക്കുന്ന ഒരു കുട്ടിയോട് നമുക്ക് സംസാരിക്കാം. അത് ശാന്തമായി സമയമുണ്ടാക്കി കുട്ടിക്ക് ആദ്യം പറഞ്ഞ കെയറും കൺസേണും പരിഗണനയും ശ്രദ്ധയും നൽകിക്കൊണ്ട് കുട്ടികളുടെ വികാരം വ്രണപ്പെടുത്താത്ത നിലക്ക് നമുക്ക് സംസാരിക്കാം. തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്താം. തീരുമാനം കുട്ടിയെടുക്കട്ടെ. ആ നിലക്കുള്ളൊരു ആശയവിനിമയത്തിൻ്റെ അന്തരീക്ഷം രക്ഷിതാവിൻ്റെ റോളിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് കുട്ടിയുടെ സ്ഥാനം കൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വീട്ടിൽ കുട്ടിയുടെ മാനസിക അസ്വസ്ഥതകൾ അകലുകയാണ് ചെയ്യുന്നത്. ഈ 3 Cകളും സമ്യക്കായി സമ്മിശ്രമായി പ്രവർത്തിക്കുന്ന ഒരു വീട്ടിൻ്റെ അകത്ത് കുട്ടിയുടെ മനസ്സ് ശാന്തമാണ്, കുട്ടിയുടെ ബുദ്ധി തെളിഞ്ഞതാണ്, കുട്ടി പഠനത്തിൽ ശ്രദ്ധിച്ച് അവനവൻ്റെ ലോകത്തെ ഉൾക്കാഴ്ചയോടുകൂടി കണ്ട് പരിസരത്തെ മനസ്സിലാക്കി വളരുന്നത് കാണാം. അതിന് മതബോധവും മതചിട്ടയും കൂടി പശ്ചാത്തലമാകുന്നതോടുകൂടി ഒന്നാന്തരം വ്യക്തിത്വമുള്ള കുട്ടികൾ സൃഷ്ടിക്കപ്പെടും. ഒരു കാര്യം കൂടി ആവർത്തിച്ചു പറയേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം പ്രത്യേക അജണ്ട വെച്ച് ഏതാനും കുട്ടികളെ വലയിലാക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന മനസ്സൊന്നുമല്ല പെൺകുട്ടികളുടെയുള്ളത്. സ്നേഹമെന്നത് അത് മനസ്സിൻ്റെ ഫീലിങ്ങിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒളിച്ചോടി പോകുന്നിടത്ത് മതം ഒരു പരിധി അല്ലാതെ ആയി വരുന്നത്, ഒരു തടസ്സമല്ലാതെ ആയി വരുന്നത്. ഇത് തുടങ്ങുന്നത് വീട്ടിൻ്റെ അസ്വസ്ഥതകളുമായി പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടിക്ക് ബസ് ഷെൽട്ടറിൽ കിട്ടുന്ന ഒരു ചിരി അതൊരു പൊരിയായി മാറാം. അതൊരു നേർത്ത ആശയവിനിമയത്തിൻ്റെ തുടക്കമാകാം. അതിലൂടെ പ്രശംസയും സമ്മാനവും കൈമാറ്റം ചെയ്യപ്പെടാം. അത് ബന്ധമായി പിന്നെ ബാന്ധവമായി പിന്നെ നോ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ സ്വന്തം മതത്തെ വിട്ട് സ്വന്തം മാതാപിതാക്കളെ വിട്ട് കുട്ടി ഒളിച്ച് ഓടി പോകുന്നു. വിഷയം മനസ്സിൻ്റെതാണ്, മനസ്സിൻ്റെ വികാരങ്ങളുടേതാണ്. അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങൾക്കൊപ്പം വീട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കൊപ്പം കുട്ടിയുടെ മനസ്സിന് വേണ്ടതും കൂടി പാകമായി കൊടുത്താൽ, അമിതമല്ലാത്ത രീതിയിൽ കൊടുത്താൽ ഒരു കുട്ടിയും സ്വന്തം വ്യക്തിത്വത്തിന് സ്വന്തം വളർച്ചാ രീതികൾക്ക് എതിരായ ഒരവസ്ഥയിലേക്ക് പോകില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആശങ്കകൾ വേണ്ട, അസ്വസ്ഥതകൾ വേണ്ട. ഈ സന്ദർഭത്തിൽ വളരെ പോസിറ്റീവായി ചിന്തിക്കുക. കൊടുക്കേണ്ടത് മാത്രം കൊടുക്കുക, കൊടുക്കാൻ പാടില്ലാത്തത് പാകമായി തരില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് വളരാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുകയും ചെയ്യണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ നേരുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.